ഓം ശാന്തി. പ്രജാപിത ബ്രഹ്മകുമാരീസ് ഈശ്വരീയ വിശ്വവിദ്യാലയം കോഴിക്കോട് മെയിൻ സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ രക്ഷാബന്ധന മഹോത്സവം ഓഗസ്റ്റ് 10-ാം തീയതി ഞായറാഴ്ച ആഘോഷപൂർവ്വം കൊണ്ടാടി. കോഴിക്കോട് കണ്ണൂർ റോഡിലുള്ള സിറ്റി ഹൗസ് മാളിൽ വെച്ചായിരുന്നു പ്രോഗ്രാം. രാവിലെ 8 മണിയോടെ കോഴിക്കോട് ബ്രഹ്മകുമാരീസ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ ഭഗവാന്റെ ജ്ഞാനമുരളി ബ്രാഹ്മണർക്കായി പകർന്നു നൽകി. സ്നേഹം സഹജയോഗിയാക്കി മാറ്റുന്നതാണ്. സ്നേഹ മെഹനത് സെ ചുരാ ദേത്തെ ഹൈ. സ്നേഹം പരിശ്രമത്തെ ഇല്ലാതാക്കുന്നതാണ്. സ്നേഹ സെ യാദ് കർനെ മേ മെഹനത് നഹീ ലഗ്തി. ശേഷം 10 മണിക്ക് മുന്നേ തന്നെ എല്ലാ ബ്രാഹ്മണ കുട്ടികളും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. അതിനുശേഷം രക്ഷാബന്ധന പബ്ലിക് ഫംഗ്ഷൻ ആരംഭിച്ചു. ആദ്യമായി BK പ്രവീൺ ദിവ്യഗീതം ആലപിച്ചു. ശിവനീ എൻ ശ്രുതി താളമേ, ശിവനാകും ജ്ഞാനസാഗരത്തിൽ ശിവസ്നേഹ തിരചേരും മാനസത്തിൽ. ശിവനീ എൻ സ്മൃതി രൂപനീ. കോഴിക്കോട് ബ്രഹ്മകുമാരീസ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീജ സിസ്റ്റർ എല്ലാവർക്കും സ്വാഗതമരുളി. ഇന്നത്തെ ദിവസം നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ രക്ഷയെ ഓർമ്മപ്പെടുത്തുന്ന, തപസ്സിന്റെ ശക്തിയുടെ ആധാരത്തിൽ തപസ്സികളാൽ ബന്ധിക്കപ്പെടുന്ന രക്ഷ കിട്ടാൻ സൗഭാഗ്യം കിട്ടിയ ദിവസമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ചടങ്ങാണ്. അതേസമയം ഭഗവാനെ സ്നേഹിക്കുന്ന, ഒരിക്കൽ സ്നേഹിച്ചകന്നുപോയി പിന്നെ വീണ്ടും വരാൻ എല്ലാവർക്കും ആ മുത്തുകളൊക്കെ കൂട്ടിയിണക്കാൻ വേണ്ടി ഭഗവാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു വിശിഷ്ട സന്ദർഭമാണിത്. ഈ സന്ദർഭത്തിൽ ഏറ്റവും ആദ്യമായി സർവശക്തിവാനും സ്നേഹസാഗരനുമായ ക്ഷമാസാഗരനായ ശിവബാബയെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. BK സിസ്റ്റേഴ്സ് എല്ലാ അതിഥികളെയും പൂവും തിലകവും നൽകി സ്വീകരിച്ചു. കോഴിക്കോട് വയനാട് ബ്രഹ്മകുമാരീസ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ജലജ ബഹൻജി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഒപ്പം എല്ലാ സഹോദരീ സഹോദരന്മാരും ഒന്നിച്ച് ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ധന്യമാക്കി തീർത്തു. തുടർന്ന് രക്ഷാബന്ധന സന്ദേശം ജലജ ബഹൻജി എല്ലാവർക്കുമായി നൽകി. ഈ രക്ഷാബന്ധന എല്ലാ വർഷം നമ്മൾ ആഘോഷിക്കാറുണ്ട്. എല്ലാ വർഷം ഭഗവാന്റെ മുന്നിൽ പ്രതിജ്ഞ ചെയ്യാറുണ്ട്. പക്ഷേ ഇടയ്ക്ക് നമ്മളൊക്കെ മറന്നുപോകും. അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇങ്ങനെ ഒരു ഉത്സവങ്ങൾ, ഭഗവാൻ അതിനെ ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ ഉത്സവങ്ങൾ കൊണ്ടുവരുന്നത്. പക്ഷെ ഞങ്ങൾ കേവലം ഇത് ഉത്സവം മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നമ്മൾ നേടേണ്ടത്, എന്തൊക്കെയാണ് നമുക്ക് ഒഴിവാക്കേണ്ടത്. അല്ല, ഇന്ന് ജനങ്ങളോട് ഒഴിവാക്കണമെന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇവിടെ സ്ഥൂലമായി ഒഴിവാക്കാൻ എല്ലാവർക്കും എളുപ്പം. പക്ഷെ ഇവിടെ ഭഗവാൻ നമുക്ക് സൂക്ഷ്മത്തിൽ നമ്മുടെ ഉള്ളിലിരിക്കുന്ന എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ തടസ്സങ്ങൾ ഉണ്ടാക്കുന്ന, എന്തൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോവാൻ സാധിക്കാതെ വരുന്ന വിഘ്നങ്ങൾ, അതിനെ എങ്ങനെ നമുക്ക് ഒഴിവാക്കണം, അതാണ് ഭഗവാൻ നമ്മുടെ സ്നേഹത്തോട് വിളിക്കുന്ന ശിവബാബ. അതുകൊണ്ട് ആദ്യമായിട്ട് ഞാൻ ഈ രക്ഷാബന്ധനത്തിൻ്റെ ഈ ദിവസം ഭഗവാൻ വന്ന് നമ്മളെല്ലാവർക്കും ആരോഗ്യവും അതുപോലെ തന്നെ ആയസ് നീട്ടി തന്നെ ഇനിയും നമുക്ക് സംഗമയുഗം വരെ സർവീസ് ചെയ്യാനുള്ള ആ ഒരു ആയസ് നൽകി തന്ന ശിവബാബയ്ക്ക് ആദ്യമായിട്ട് ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട്, ഈ രക്ഷാബന്ധന എന്തുകൊണ്ടാണ് നമ്മൾ ഇത്ര ആഡംബരത്തോട് ആഘോഷിക്കുന്നത്? വയനാട് ബ്രഹ്മകുമാരീസ് ഇൻചാർജായ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീല സിസ്റ്റർ ചടങ്ങിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. നോർത്തിലൊക്കെ ആഘോഷിക്കുന്നത് എങ്ങനെയാണെങ്കിൽ നമ്മളൊരു സഹോദരി സഹോദരന് രാഖി കെട്ടിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. സഹോദരി സഹോദരന് രാഖി കെട്ടിക്കൊടുക്കുമ്പോൾ ഒരു പ്രതിജ്ഞ ചെയ്യണം. സഹോദരൻ, ഞാൻ എവിടെയാണെങ്കിലും നീ എവിടെയാണെങ്കിലും നിന്നെ വന്ന് ഞാൻ ഏതാപത്തിൽ നിന്നും രക്ഷിക്കാം എന്ന്. നമുക്കറിയാം, ഒരു സഹോദരൻ ചിലപ്പോൾ ദുബായിലായിരിക്കാം. നമുക്കിവിടെ അബദ്ധം എന്തെങ്കിലും പറ്റുന്ന സമയത്ത് വന്ന് രക്ഷിക്കാൻ എത്താനൊന്നും പറ്റിക്കൊള്ളുന്നില്ല. അത് പ്രകൃതി ദുരന്തമാകാം, അല്ലെങ്കിൽ
ഇന്നത്തെ നമുക്കറിയാലോ ഈ ലോകത്തിൻ്റെ ഒരവസ്ഥ. തുടർന്ന് കോഴിക്കോട് ബ്രഹ്മകുമാരീസ് അസിസ്റ്റന്റ് ഡയറക്ടർ രാജയോഗിനി ബ്രഹ്മകുമാരി ഷീബ സിസ്റ്റർ രക്ഷാബന്ധന പ്രതിജ്ഞ ചെയ്യിപ്പിച്ചു. പരംപിതാ പരമാത്മാവിന്റെ സന്താനവും ബ്രഹ്മമുഖ വംശാവലി ബ്രാഹ്മണനുമാണ് ഞാൻ, ബ്രഹ്മകുമാരൻ, ബ്രഹ്മകുമാരി, പരംപിതാ പരമാത്മാവിന്റെ സമക്ഷം ചെയ്യുന്ന പ്രതിജ്ഞ. ഒപ്പം എല്ലാവരെയും രാജയോഗ അനുഭൂതിയിലേക്കും നയിച്ചു. ഈ ശരീരത്തിന്റെ ജീവനായ, ഇതിന്റെ ഊർജമായ, ശക്തിയായ, അവിനാശിയായ ആത്മാ, ഞാൻ ആത്മാ ചൈതന്യ നക്ഷത്രം പോലെ ഭ്രൂമധ്യത്തിൽ പ്രകാശിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാ പവിത്ര സ്വരൂപമാണ്. പ്രോഗ്രാം വളരെ മനോഹരമായി കോർഡിനേറ്റ് ചെയ്തത് BK ബാലസുബ്രഹ്മണ്യൻ ഭായി. എന്താണ് ഈ രക്ഷാബന്ധന്റെ പിന്നിലുള്ള മഹാതത്വം എന്താണ്? അതിലൂടെ എന്ത് സന്ദേശമാണ് നൽകുന്നത്? അതിൻ്റെ മൂല്യം എത്രയുണ്ട് എന്നുള്ളത് പൂർണ്ണമായ തോതിൽ മറ്റുള്ളവർക്ക് അറിഞ്ഞുകൂടാ. പ്രധാന ചടങ്ങുകൾക്കൊടുവിൽ ഏവരും കാത്തിരുന്ന ഭഗവാന്റെ രക്ഷാബന്ധനം ബഹൻജിയുടെ കയ്യിൽ നിന്ന് കെട്ടുന്ന സമയമാഗതമായി. ഷീബ സിസ്റ്റർ തിലകവും ഷീജ സിസ്റ്റർ ടോളിയും ബ്ലെസ്സിംഗ് കാർഡും നൽകി. സീനിയർ സഹോദരന്മാരിൽ നിന്ന് തുടങ്ങി ഏകദേശം 350ഓളം വരുന്ന ഒരു വലിയ കൂട്ടം ആളുകൾ തന്നെ ഉണ്ടായിരുന്നു ഈ പരിപാടിയിൽ രക്ഷ കെട്ടുവാൻ. എല്ലാവരും വളരെ സ്നേഹത്തോടെ ഭഗവാന്റെ രക്ഷ കെട്ടിയ ശേഷം ഹാളിനു പുറത്ത് ഡൈനിങ് ഹാളിൽ ഒരുക്കിയ വിശിഷ്ടമായ ബ്രഹ്മഭോജനവും പായസവും കഴിച്ച് വളരെ സന്തോഷത്തോടെ മടങ്ങി. ഇത്തവണത്തെ 2025 രക്ഷാബന്ധനവും സമ്പൂർണ്ണ വിജയമാക്കി തന്ന സർവശക്തിവാനായ ശിവബാബയ്ക്ക് കോടി കോടി നന്ദി. ഓം ശാന്തി.